In last class, we discussed about the calculation of HRA and how to calculate gross salary after calculating HRA. Here have one more example. Let's see the example. During the previous year, employee of a company in Mumbai received rupees 72,000 as salary and rupees 24,000 as DA, dearness allowance, and rupees 38,400 as HRA, house rent allowance. If the actual rent paid by him for the house occupied him during the year was rupees 12,000. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം HRAയുടെ 3 കണ്ടീഷൻസ് ആണുള്ളത് അല്ലേ. അപ്പോൾ ആ 3 കണ്ടീഷൻസിൽ വരുന്ന 4 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഒന്ന് സാലറി, 2 ആക്ച്വൽ HRA, പിന്നെ റെൻ്റ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം, പിന്നെ ആ പേഴ്സൻ്റെ ലൊക്കേഷനും അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ 3 കണ്ടീഷൻസിൽ പറയുന്ന എമൗണ്ടുകൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാവും. ഓക്കെ. പിന്നെ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങളിലെല്ലാം തന്നെ മന്ത്ലി ബേസിസിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതെല്ലാം തന്നെ ആനുവൽ ബേസിസിലാണ്. പിന്നെ കഴിഞ്ഞ പ്രോബ്ലത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സ്ട്രാ ആയിട്ട് തന്നിട്ടുള്ളൊരു കാര്യം DA 24,000 എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ടും കൂടിയാണ്. പിന്നെ ബിഫോർ നമ്മളിവിടെ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപ് 2 കണ്ടീഷൻസും കൂടെ പറയുന്നുണ്ട്. അതായത് വുഡ് ഹാവ് ബീൻ ഇൻ ദ പിക്ചർ ഹാഡ് ഹി നോട്ട് പെയ്ഡ് എനി റെൻറ്റ് ആൻഡ് ദ ഹൗസ് ഈസ് ബീയിങ് ഓൺഡ് ബൈ ഹിം. അതായത് 2 സിറ്റുവേഷനിൽ നമ്മളിവിടെ ടാക്സബിൾ HRA കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഒന്ന്, ആ വ്യക്തി ഒരു റെൻറ്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്, അതിന് റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തി ഓൺഡ് ഹൗസിൽ, സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്, റെൻറ്റ് പെയ്ഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ നോക്കാം. അതായത് നോർമലി നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങൾ പോലെയാണ്. റെൻറ്റഡ് ഹൗസിലാണ് ആ വ്യക്തി താമസിക്കുന്നത്, സാലറിയുടെ ഭാഗമായിട്ട് HRA റിസീവ് ചെയ്യുന്നുണ്ട്, റെൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ നമുക്കറിയാം 3 കണ്ടീഷൻസ് ഉണ്ട് ഇവിടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഈ 3 കണ്ടീഷനിൽ ഏറ്റവും ചെറിയ എമൗണ്ട്, ലീസ്റ്റ് ഓഫ് ദ 3 ഏതാണോ അത്രത്തോളം എമൗണ്ട് നമുക്ക് ആക്ച്വൽ HRAയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആ 3 കണ്ടീഷൻസ് നോക്കാം. ഒന്ന്, ആക്ച്വൽ HRA റിസീവ്ഡ്. 2, നമുക്കറിയാം ലൊക്കേഷൻ്റെ ബേസിസിലാണ് അല്ലേ. അതായത് മെട്രോപൊളിറ്റൻ സിറ്റീസിലാണെങ്കിൽ 50% ഓഫ് സാലറിയും, അല്ലെങ്കിൽ നോൺ മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണെങ്കിൽ 40% ഓഫ് സാലറിയാണ്. അപ്പോൾ നമ്മളിവിടെ സാലറി ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ നമുക്കറിയാം DA കൂടെ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ DA ഈസ് എ പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ HRAയുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ DA ആഡ് ചെയ്യും. പക്ഷെ ഇവിടെ DA എന്ന് വെറുതെ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ബേസിക് സാലറിയുടെ കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. സാലറി നമുക്കറിയാം 72,000 എന്ന് ആ ആനുവൽ സാലറി തന്നിട്ടുണ്ട്. അപ്പോൾ പെർ മന്ത് 12 മൾട്ടിപ്ലൈ ചെയ്യണ്ട. നമ്മൾ ഈ കണ്ടീഷനിൽ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, മുംബൈ ആണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 50% ഓഫ് സാലറി. സോ എത്രയാണ്? 72,000 ഇൻറ്റു 50%, വി വിൽ ഗെറ്റ് 36,000. അപ്പോൾ ആ എമൗണ്ടും കിട്ടി, ആക്ച്വൽ HRAയുടെ എമൗണ്ടും കിട്ടി. ദെൻ തേർഡ് കണ്ടീഷനിൽ പറയുന്നത് നമുക്കറിയാം ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ലെസ് 10% ഓഫ് ബേസിക് സാലറി, അല്ലെങ്കിൽ റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി. അതായത് ഇവിടെ ആദ്യം റെൻറ്റ് പെയ്ഡ് കണ്ടുപിടിക്കണം, 10% ഓഫ് ദ സാലറിയും കണ്ടുപിടിക്കണം അല്ലേ. എന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് ഈ ഒരു കണ്ടീഷനിൽ പറയുന്നത്. ഇവിടെ ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത് 12,000 നമുക്ക് തന്നിട്ടുണ്ട്, മൈനസ് 10% ഓഫ് ബേസിക് സാലറി. സാലറി എന്ന് പറയുന്നത് നമുക്കറിയാം 72,000 ആണ്, അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 7,200 ആണ്. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ലെസ് 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് 4,800. ഇവിടെ ആ 3 കണ്ടീഷനിൽ പറയുന്ന എമൗണ്ടുകൾ നോക്കാം. ആക്ച്വൽ HRA 38,400, 50% ഓഫ് സാലറി 36,000, അതുപോലെ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ലെസ് 10% ഓഫ് സാലറി 4,800. ഈ 3 എമൗണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ചെറിയ എമൗണ്ട് 4,800 ആണ്. അത്രയും എമൗണ്ട് നമുക്ക് എന്താണ്? എക്സംഷൻ കിട്ടും. നമുക്ക്
ആക്ച്വൽ HRAയിൽ നിന്ന് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ടാക്സബിൾ HRA കിട്ടും. അപ്പോൾ ടാക്സബിൾ HRA കാണാനായിട്ട് എന്ത് ചെയ്യുക? നമുക്കറിയാം ആക്ച്വൽ HRA ആ ഫസ്റ്റ് കണ്ടീഷനിൽ എഴുതിയിട്ടുണ്ട് 38,400 ആണ്. അതിൽ നിന്ന് ഈ 4,800 ഡിഡക്റ്റ് ചെയ്യുക. നൗ വി വിൽ ഗെറ്റ് 33,600 ആക്സ് ടാക്സബിൾ HRA അല്ലേ? ടാക്സബിൾ HRA ആയിട്ട് കിട്ടി. എപ്പോഴാണ്? ദാറ്റ് പേഴ്സൺ റെസിഡ്സ് ഇൻ എ റെൻറ്റഡ് ഹൗസ്. റെൻറ്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്, റെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹി ഓൾസോ റിസീവ്സ് HRA ആസ് എ പാർട്ട് ഓഫ് സാലറി. ഓക്കെ, അപ്പോൾ ടാക്സബിൾ HRA 33,600 കിട്ടി. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഗ്രോസ് സാലറി കണ്ടുപിടിക്കാൻ പോവാണ്. ഗ്രോസ് സാലറി കണ്ടുപിടിക്കുന്ന ആ സ്റ്റെപ്സ് നമ്മൾ മുൻപ് ഇൻകം ഫ്രം സാലറിയുടെ ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ്? ബേസിക് സാലറി, അലവൻസസ്, പെർക്യൂസൈറ്റ്സ്, പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറി, ഇത്രയും ഐറ്റംസ് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് സാലറി. ഇവിടെ ബേസിക് സാലറി ഉണ്ട്, അതുപോലെ DA, കമ്മീഷൻ, ബോണസ്, ഇതെല്ലാം ബേസിക് സാലറിയുടെ ഭാഗമായിട്ട് നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. പിന്നെ അലവൻസസിൻ്റെ താഴെ നമ്മൾ ഈ പറഞ്ഞ HRA മാത്രമേ ഉള്ളൂ. അപ്പോൾ HRAയുടെ ആക്ച്വൽ HRA ആദ്യം ഇന്നർ കോളത്തിൽ എഴുതുക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ അതിൽ നിന്ന് എക്സംപ്റ്റഡ് HRA കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഔട്ടർ കോളത്തിൽ എഴുതുമ്പോൾ നമുക്ക് ആ എമൗണ്ട് ടാക്സബിൾ ആയിട്ടുള്ള HRAയുടെ എഴുതാം. പെർക്യൂസൈറ്റ്സും പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറി ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, ഈ ഫോർമാറ്റ് പ്രകാരം ഗ്രോസ് സാലറി കാണാൻ ആദ്യം നമുക്കറിയാം ബേസിക് സാലറി എഴുതി 72,000. പിന്നെ DA തന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞു ബോണസ്, കമ്മീഷൻ, അതൊക്കെ ബേസിക് സാലറിയുടെ താഴെയായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ 24,000 എഴുതി. പിന്നെ അലവൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. അലവൻസിൽ ഇവിടെ HRA മാത്രമേ ഉള്ളൂ, അപ്പോൾ HRA എഴുതുന്നു. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ഞാൻ എഴുതിയിട്ടില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ നിങ്ങൾ ആദ്യം ആക്ച്വൽ HRA എഴുതുക, എന്നിട്ട് അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ എക്സംപ്റ്റഡ് ആയിട്ടുള്ള HRA എഴുതുക. ഇവിടെ അറിയാം 38,400 ആണ് ആക്ച്വൽ HRA. അതിൽ നിന്ന് ഇപ്പോൾ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 എണ്ണത്തിൽ ചെറുത് കണ്ടുപിടിച്ചു, 4,800 കണ്ടുപിടിച്ചു അല്ലേ? ആ 4,800 ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 33,600 ആക്ച്വൽ HRA ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റ്സ് ആൻഡ് ലീവ് ഓഫ് സാലറിയോ അല്ലെങ്കിൽ പെർക്യൂസൈറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് സാലറി 1,29,600 കിട്ടും. ഇവിടെ നമ്മുടെ ഫസ്റ്റ് സിറ്റുവേഷൻ കഴിയാണ്. റെൻറ്റ് ഈസ് പെയ്ഡ് ബൈ ദ പേഴ്സൺ, ഹീ ഈസ് ലീവ്ഡ് ഇൻ എ റെൻറ്റഡ് ഹൗസ്. ആ ഒരു കേസിൽ HRA റിസീവ് ചെയ്യുമ്പോൾ എക്സംഷൻ കിട്ടുന്ന ഒരു കേസാണ് നമ്മൾ ചെയ്തത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോ ഹൗസ് റെൻറ്റ് പെയ്ഡ് ആൻഡ് ഹൗസ് ഈസ് ഓൺഡ് ബൈ ഹിം. അതായത് ആ വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള വീടാണ്, അതിന് ഒരു തരത്തിലുള്ള റെൻറ്റും ഇല്ല. അപ്പോൾ നമുക്ക് ഈ കേസിൽ നമുക്കറിയാം എന്താണ്? ഈ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നില്ല. അതായത് ഇവിടെ റെൻറ്റഡ് ഹൗസിലല്ല അയാൾ താമസിക്കുന്നത്, റെൻറ്റ് കൊടുക്കുന്നില്ല, സാലറിയുടെ ഭാഗമായിട്ട് എന്താണ് HRA റിസീവ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്താണ്? ഈ കേസിൽ നമുക്ക് എക്സംഷൻ പറ്റില്ല, ബിക്കോസ് ഹി ലീവ്ഡ് ഇൻ ഓൺഡ് ഹൗസ് ആൻഡ് നോ റെൻറ്റ് ഈസ് പെയ്ഡ് ബൈ ഹിം. ഓക്കെ, അപ്പോൾ ആ കേസിൽ എക്സംഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഗ്രോസ് സാലറി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എക്സംപ്റ്റഡ് HRA കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ടാക്സബിൾ HRA കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് എത്ര എമൗണ്ട് ആണോ നമുക്ക് കിട്ടുന്നത് അത് ഫുള്ളി എന്താണ്? ടാക്സബിൾ ആണ്. നമ്മളുടെ ഗ്രോസ് സാലറി കണ്ടുപിടിക്കുന്ന ആ ഫോർമാറ്റിലേക്ക് എഴുതുക. അതായത് ആദ്യം ബേസിക് സാലറി 72,000. അപ്പോൾ അതിൻ്റെ അടിയിൽ DA, കമ്മീഷൻ, ബോണസ് ഒക്കെ എഴുതും നമ്മൾ. DA 24,000 ആണ്. പിന്നെ അലവൻസസ് ആണ്. അലവൻസസ് ഇവിടെ HRA മാത്രമേ ഉള്ളൂ അല്ലേ? HRA 38,400 ആണ് ആക്ച്വൽ HRA. അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എക്സംഷൻ ഇല്ല, ബിക്കോസ് ഇത് ഓൺഡ് ഹൗസ് ആണ്, റെൻറ്റ് പേ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എക്സംഷൻസ് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സംഷൻ ഇല്ലാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുന്നു. സാലറി, DA, HRA ആഡ് ചെയ്യുമ്പോൾ 1,34,400 നമുക്ക് എന്ത് കിട്ടുന്നു? ഗ്രോസ് സാലറി. ഇപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ റെൻറ്റഡ് ഹൗസാണ്, ആ എംപ്ലോയി റെൻറ്റ് കൊടുക്കുകയാണ് ലാൻഡ് ലോഡിനെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സംഷന് നമുക്ക് എന്ത് ഇൻകം ടാക്സ് അലോ ചെയ്യുള്ളൂ. എക്സംഷൻ കിട്ടണമെങ്കിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 3 കണ്ടീഷനാണുള്ളത്. അതിലെ ലീസ്റ്റാണ് നമ്മൾ എക്സംപ്റ്റഡ് എമൗണ്ട് ആയിട്ട് എടുക്കുക. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആക്ച്വൽ HRA അറിഞ്ഞിരിക്കണം, അവരുടെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം, റെൻറ്റ് എത്രയാണ് ആക്ച്വലി കൊടുക്കുന്നത്, അത്രയും കാര്യം, സാലറി അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം.
ഈ 3 കാര്യങ്ങൾ, അതായത് ആക്ച്വൽ HR റിസീവ്ഡ്, പിന്നെ ലൊക്കേഷൻ നോക്കിയിട്ട് മെട്രോപൊളിറ്റൻ ആണെങ്കിൽ 50% ഓഫ് സാലറിയും അല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ 40% ഓഫ് സാലറി, പിന്നെ ആക്ച്വൽ റെൻറ്റ് മൈനസ് 10% ഓഫ് സാലറി. ഇതിൽ 3 ഏതാണോ ചെറിയ എമൗണ്ട് അതാണ് നമ്മൾ HR എക്സംപ്റ്റഡ് എമൗണ്ട് ആയിട്ട് കണക്കാക്കുക. അപ്പോൾ റെൻറ്റ് പെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വൽ HR നിന്ന് ഈ എക്സംപ്റ്റഡ് HR കുറച്ച് ബാക്കിയുള്ളതായിരിക്കും ടാക്സബിൾ അലവൻസ് ആയിട്ട് എടുക്കുക. എന്നാൽ നോ റെൻറ്റ് പെയ്ഡ് സ്വന്തമായിട്ടുള്ള ഓൺഡ് ഹൗസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഈ എക്സംഷൻ കിട്ടില്ല. എത്ര എമൗണ്ട് ആണോ HR ആയിട്ട് റിസീവ് ചെയ്യുന്നത്, ഈ എക്സാമ്പിളിൽ കണ്ട പോലെ 38,400 ആണ് അവിടെ ആക്ച്വൽ HR റിസീവ്ഡ്, അത് തന്നെയായിരിക്കും ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുക. അവിടെ എക്സംഷൻസ് ഒന്നും തന്നെ അലൗഡ് അല്ല ഓൺഡ് ഹൗസ് ആയതിനാൽ. ഓക്കെ, നമ്മൾ HR ടോപ്പിക്ക് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ അലവൻസസ് എല്ലാം എടുത്തു കഴിഞ്ഞു. നമുക്കറിയാം അലവൻസസിനെ 3 ഡിവൈഡ് ചെയ്യും. ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്, പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസസ് ആൻഡ് ഫുള്ളി ടാക്സബിൾ അലവൻസസ് അല്ലേ. ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസസ് ആണ് സെർവൻ്റ് അലവൻസ്, മെഡിക്കൽ അലവൻസ് അങ്ങനെയുള്ളത്. ഫുള്ളി എക്സംപ്റ്റഡ് ആണ് സംച്വറി അലവൻസസ്, ഫോറിൻ അലവൻസസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്പെഷ്യൽ അലവൻസസ് അല്ലെങ്കിൽ പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസസ് ആണ് കണ്ടീഷൻസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അതിൽ വരുന്നതാണ് എഡ്യൂക്കേഷൻ അലവൻസ്, അതുപോലെ തന്നെ ഹോസ്റ്റൽ അലവൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെ ഒരു സ്പെസിഫിക് എമൗണ്ട് ഉണ്ടാവും, ആ എമൗണ്ട് വരെ എക്സംപ്റ്റഡ് ആണ്. ഇപ്പോൾ ആക്ച്വലി കിട്ടുന്ന അലവൻസിൽ നിന്ന് ഈ പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളത് ടാക്സബിൾ ആയിട്ട് കണക്കാക്കും. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ അലവൻസ് ആണ് HR. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് എലമെൻറ്റ് ഓഫ് ഗ്രോസ് സാലറി, പെർക്വിസൈറ്റ്സ്. പെർക്വിസൈറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. പെർക്വിസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഫെസിലിറ്റി ഓർ ബെനിഫിറ്റ് ഗിവൺ ബൈ ദ എംപ്ലോയർ ടു എംപ്ലോയി ഇൻ അഡീഷൻ ടു സാലറി. സാലറിക്ക് ഉപരിയായിട്ട് എംപ്ലോയിക്ക് കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ്സുകളാണ് പെർക്വിസൈറ്റ്സ്. വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്വൽ എമോൾമെൻറ്റ്സ് അറ്റാച്ച്ഡ് ടു ദ പൊസിഷൻ ഓർ ഓഫീസ് ഓഫ് എ പേഴ്സൺ. ആ പേഴ്സൻ്റെ ഓഫീസിനോട് ചേർന്നോ അല്ലെങ്കിൽ ആളുടെ പൊസിഷന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ചില അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ് പെർക്വിസൈറ്റ്സ്. പെർക്വിസൈറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. പെർക്വിസൈറ്റ്സിനെ 2 ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് മോണിറ്ററി പെർക്വിസൈറ്റ്സും 2 നോൺ മോണിറ്ററി പെർക്വിസൈറ്റ്സും ആണ്. നോൺ മോണിറ്ററി പെർക്വിസൈറ്റ്സ് എന്ന് പറയുമ്പോൾ പ്യുവർ ഫെസിലിറ്റീസ് ആയിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ മോട്ടോർ കാർ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 2 വീലർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, അങ്ങനെ ഒരു ഫെസിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് നോൺ മോണിറ്ററി പെർക്വിസൈറ്റ്സ് ആണ്. ഇനി നമ്മൾ ഓൾറെഡി ഒരു സർവീസ് സ്വീകരിച്ചു, അതിൻ്റെ ബില്ല് കൊണ്ടു കൊടുക്കുമ്പോൾ അതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ്, റീഫണ്ട് ചെയ്യുക എംപ്ലോയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബെനിഫിറ്റുകളെയാണ് നമ്മൾ മോണിറ്ററി പെർക്വിസൈറ്റ്സ് എന്ന് പറയുക. ടാക്സിൻ്റെ പർപ്പസസിന് വേണ്ടി നമ്മൾ പെർക്വിസൈറ്റ്സിനെ 3 ക്ലാസിഫൈ ചെയ്യുന്നത്. ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ്സ്, അതുപോലെ ടാക്സബിൾ ഇൻ സ്പെസിഫൈഡ് കേസസ് ആൻഡ് ടാക്സബിൾ ഇൻ ഓൾ കേസസ്. ഓക്കെ, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ടാക്സ് ഫ്രീ എന്ന് പറയുമ്പോൾ അതിന് ഒട്ടും തന്നെ ടാക്സ് ഇല്ല, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ടാക്സബിൾ ഇൻ ഓൾ കേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ പെർക്വിസൈറ്റ്സ് ആണ്. സ്പെസിഫൈഡ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സ്പെസിഫൈഡ് അലവൻസസ് പോലെ ചില കണ്ടീഷൻസൊക്കെ ഉള്ളതാണ് ഈ സ്പെസിഫൈഡ് അലവൻസസ്, സ്പെസിഫൈഡ് പെർക്വിസൈറ്റ്സ്. ഇതിലെ ഫസ്റ്റ് കാറ്റഗറിയാണ് ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ്സ്. അതിൽ വരുന്നതാണ് ഫ്രീ ഫുഡ് ആൻഡ് ബീവറേജ് ഡ്യൂറിങ് ഓഫീസ് അവേഴ്സ്. നമ്മൾ ഓഫീസ് അവേഴ്സിൽ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഫ്രീ ഫുഡ് ആൻഡ് ബീവറേജസ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ മീൽസ് അപ് ടു ₹50 പെർ മീൽസ് പെർ ഡേ. ഓരോ ദിവസം 50 രൂപയുടെ മീൽസ് വരെ കൊടുക്കുന്നത് നമ്മൾ ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ്സ് ആയിട്ടാണ് കണക്കാക്കുക. അത് നമ്മൾ ടാക്സബിൾ ആയിട്ട് എടുക്കില്ല. അതുപോലെ തന്നെ 5,000 റുപ്പീസ് വരെയുള്ള ഗിഫ്റ്റ് വൗച്ചേഴ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ടാക്സബിൾ അല്ല, ടാക്സ് ഫ്രീ ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ അപ് ടു ₹20,000. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. പിന്നെ ഫ്രീ ആയിട്ട് മൊബൈൽ ഫോൺസ് കൊടുക്കുക, കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്സ്, കൺവീനിയൻസ് ഫെസിലിറ്റീസ്. ഈ പേരുകൾ ജസ്റ്റ് ഓർക്കുക, നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പം അതിനകത്ത് ഫുഡ് വരുന്നുണ്ട്, ഫ്രീ ഫുഡ്, ഗിഫ്റ്റ് വൗച്ചേഴ്സ്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്, കൺവീനിയൻസ് ഫെസിലിറ്റീസ്. ഇത് ഓർത്തിരിക്കുക, ടാക്സ് ഫ്രീ
പെർക്യൂസൈഡ്സ് ആണ്. പെർക്യൂസൈഡ്സ് ടാക്സബിൾ ഇൻ ഓൾ കേസസിൽ വരുന്ന ഐറ്റംസ് ആണ്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ RFA എന്ന് പറയും. അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഇതിനെല്ലാം. അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റി, ക്രെഡിറ്റ് കാർഡ്, ക്ലബ് എക്സ്പെൻഡിച്ചർ, ടാക്സ് ഓഫ് എംപ്ലോയീസ് പെയ്ഡ് ബൈ എംപ്ലോയർ. നമ്മൾ മുൻപ് പറഞ്ഞു ടാക്സ് ഫ്രീ പേ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതുപോലെ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്, ഇതൊക്കെയാണ് പെർക്യൂസൈഡ്സ് ടാക്സബിൾ ഇൻ ഓൾ കേസസ്. ഇതെല്ലാം നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ദ നെക്സ്റ്റ് കാറ്റഗറിയാണ് പെർക്യൂസൈഡ്സ് ടാക്സബിൾ ഇൻ സ്പെസിഫൈഡ് കേസസ്. ഇതിനൊക്കെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഇതിലെല്ലാത്തിലും. അതിൽ വരുന്നതാണ് മോട്ടോർ കാർ, സ്വീപ്പർ, ഗാർഡനർ, പേഴ്സണൽ അറ്റൻഡൻറ്റ്, വാച്ച്മാൻ, സപ്ലൈ ഓഫ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ടു എംപ്ലോയീസ് ഫാമിലി മെമ്പേഴ്സ്, ലീവ് ട്രാവൽ കൺസെഷൻ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ബൈ എ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഈ 3 ക്ലാസിഫിക്കേഷൻ, ടാക്സ് ഫ്രീ പെർക്യൂസൈഡ്സ്, ടാക്സബിൾ ഇൻ സ്പെസിഫൈഡ് കേസസ്, ടാക്സബിൾ ഇൻ ഓൾ കേസസ്, ഈ 3 കണ്ടീഷനും അതിൽ വരുന്ന ഐറ്റംസിൻ്റെ പേര് ജസ്റ്റ് നോട്ടിൽ എഴുതി വയ്ക്കുക, ഓർത്ത് വയ്ക്കുക. ഇത്രയും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ ഐറ്റംസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.